കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 108. 108. അതില് എക്സൈസ് 4.2 ഫസ്റ്റ് വൺ അല്ലേ ഹോംവർക്ക് ആയിട്ട് പറഞ്ഞേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 and 3 are dash of 36. 12 and 3 are dash of 36. എന്താ കറക്റ്റ് ആൻസർ? എന്താ കറക്റ്റ് ആൻസർ? ഷെഫി ഫസ്റ്റ് ടൈമിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ? ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ്. 12ഉം 3ഉം 36ന്റെ ഫാക്ടേഴ്സ് ആണ്. നേരെ തിരിച്ച് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ എന്താ വരാ? 36 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 അല്ലെങ്കിൽ 36 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാ വരാ. ഇവിടെ 12 and 3 are factors of 36. Next, 9 and dash are factors of 54. 9 and dash are factors of 54. എന്താ ആഷൻ? 9 and 6. 9ഉം 6ഉം 54ന്റെ ഫാക്ടേഴ്സ് ആണ്. കാരണം 9 into 6 54. So 9 and 6 are factors of 54. അടുത്തതും ഫസ്റ്റ് വൺ പോലെ തന്നെ 8 and 4 are dash of 32. 8 and 4 are എന്താ ദേവഞ്ജന? Dash of 32. Factors of 32. 8 into 4 is equal to 32 ആണല്ലേ? അതുകൊണ്ട് 8ഉം 4ഉം 32ന്റെ ഫാക്ടേഴ്സ് ആണ്. മൾട്ടിപ്പിൾ എന്നാണെങ്കിൽ എന്താ വരണ്ടേ? 32 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെങ്കിൽ 32 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ഓക്കെ. ഡാഷ് സോറി നെക്സ്റ്റ് വൺ 7 and 6 are dash factors of dash. 7 and 6 are factors of dash. Alna? Factors of 42. 7 into 6 is equal to 42. So 7 and 6 are factors of 42. Then last one, 60 is the dash of both 12 and 5. Sridev? 60 is the dash of both 12 and 5. Multiples. Multiple of both 12 and 5. 12ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ ആണ് 60. ഓക്കെ. അപ്പൊ മൾട്ടിപ്പിളും ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത പ്രോബ്ലംസും കൂടി ആ വർക്കും കൂടി ചെയ്തു പോവാം. ബി, റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതണം. ഓക്കെ. 6 ഈസ് എ ഫാക്ടർ ഓഫ് 46. 46ന്റെ ഫാക്ടർ ആണോ 6? 6ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. എവിടെയെങ്കിലും 46 വരുന്നുണ്ടോ നോക്കിയേ. ഇല്ല. 6 എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 42ഉം 48ഉം മാത്രമേ വരുന്നുള്ളൂ അല്ലേ? സോ ഇറ്റ് ഈസ് ഫോൾസ്. അവിടെ ഫോൾസ് എന്ന് എഴുതിക്കും. എഫ് എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് വൺ, 75 is a factor of 300. 75 എന്ന് പറയുന്നത് 300ന്റെ ഫാക്ടർ ആണോ? 75നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 300 കിട്ടുമോ? കിട്ടുമോ? 75 into 2 150. 75 into 3 225. 75 into 4 300. 75 into 4 300 ആണ്. So false അല്ല, true.
Okay, 75 is a factor of 300. Next, third one. 12 is a factor of 109. 12 is a factor of 109. It is false. Clearly, we can say it is false. Okay, then fourth one. 28 is a factor of 456. 28 is a factor of 456. അതിന് എന്ത് ചെയ്യണം? 456നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 456 divided by 28. One time 28, 7, 1, 6. ഇനി 28നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 176 കിട്ടൂ. 28 into 7 ചെയ്തു നോക്കാം. 6, 2 into 7, 14 plus 1, 15. ചെയ്യാൻ പറ്റില്ല അല്ലേ? 7, 156, 0, 2. റിമൈൻഡർ 2 വരുന്നുണ്ട്. സോ 456നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 28 is a factor of 456 is false. Next, fifth one. 9 is a factor of 75. 9 is a factor of 75. False. 9ന്റെ multiplication table എവിടെയും 75 വരുന്നില്ല. So it is false. Next, 13 is a factor of 649. അതും ഡിവൈഡ് ചെയ്ത് നോക്കണം. 13 is a factor of 649. 649 divided by 13. 26 into 20, 52 plus 13. 5 times നോക്കാം. 5 into 3, 15. വരില്ല അല്ലേ? 4 times. 4 into 3, 12. 1 into 4, 5. Okay, 420. 129. 13 into 3. അല്ല, 13 into 4, 52. 13 into 6, 8. 6 plus 1, 7. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 129നെ 13 കൊണ്ട്? ഇല്ല. 9 ചെയ്താൽ 3 into 9, 27. 11. ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 649നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 13 is a factor of 649 is false. Okay, then see question, answer these questions. Write a number which is the factor of every number. എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആയിട്ടുള്ള നമ്പർ ഏതാ? എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആയിട്ടുള്ള നമ്പർ
ഏതാ അത്? 1. അതിന്റെ നേരെ 1 എഴുതിക്കോ. Then second one, circle the numbers that are the factors of 24. 24ന്റെ factors ആയിട്ടുള്ള numbers. 24ന്റെ factors ആയിട്ടുള്ള numbers കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 1 into 24. Then 2 into 12. 2 into 12. 3 into 8. 4 into 6. 4 into 6 ഉം 6 into 4 ഒക്കെ സെയിം ആണ്. ഇത്രയാണ് എന്തായിട്ട് വരുന്നേ? 24ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാ 24ന്റെ ഫാക്ടേഴ്സ്? 1, 2, 3, 4, 6, 8, 12, 24. ഇതൊക്കെയാണ് 24ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ അതിന് നിങ്ങൾ സർക്കിൾ ചെയ്ത് വെക്കണം. അതിന്റെ താഴെ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതില് 24ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. ഏതൊക്കെയാ? 1, 2, 3, 4, 6, 12, 24. ചെയ്തോ? 1, 2, 3, 4, 6, 8, 12, 24. Next, third question. Write the largest factor of 62. 62ന്റെ largest factor ഏതാ? ഏതാ ദേവാഞ്ജന? ന്റെ largest factor ഏതാ? പറഞ്ഞോ 62ന്റെ largest factor. അൺമ്യൂട്ട് ചെയ്തോ അവിടുന്ന്. ഏതാ 62ന്റെ largest factor? പെട്ടെന്ന് പറ, സമയം പോന്നു. ഒന്നും കൂടെ പറഞ്ഞുതരുമോ? Question. Write the largest factor of 62. 62ന്റെ largest factor ഏതാ? ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ഷെഫി. ഏതാ പറഞ്ഞേ? 62ന്റെ largest factor. ആർക്കാ അറിയുന്നൊന്ന് കൈവന്നിച്ചേ? അറിയുന്നവരൊന്ന് കൈവന്നിച്ചേ. ആരും ഇല്ലേ? അയ്യോ, ഇത്ര ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ആർക്കും അറിയില്ല? അല്ല, അറിയോ? നോ. ആദിദേവ്? നോ. സൂര്യദേവ്? നോ. ആഗ്നസ്? നോ. ശ്രീദേവ്? ഷംവിൽ? ഫാത്തിമ? ആരോൺ? എബിൻ? കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം. അയ്യോ അയ്യോ അയ്യോ, വളരെ 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 കഷ്ടം. ആഷിൻ പറഞ്ഞേ. ആഷിന് നെറ്റ് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലേ?
എന്നാലേ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്കൊക്കെ തോന്നും അയ്യോ ഇത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന്. അറിയോ എത്ര 62ന്റെ ലാർജസ്റ്റ് ഫാക്ടർ? 62 തന്നെ. പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പറഞ്ഞതല്ലേ ആ നമ്പർ തന്നെയായിരിക്കും, ഒരു നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഫാക്ടറിന് പറഞ്ഞല്ലേ. എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആയിട്ട് വരുന്നത് 1. 1 ആണ് ഏത് നമ്പറിന്റെയും ഏറ്റവും സ്മോളസ്റ്റ് ഫാക്ടർ. പിന്നെ ഏത് നമ്പർ എടുത്താലും അതേ നമ്പർ തന്നെ അതിന്റെ ഫാക്ടർ ആയിട്ട് വരുമല്ലോ. അപ്പൊ ആ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. ഷെയിം ഷെയിം ഷെയിം, കഷ്ടമുണ്ട്. ഇപ്പൊ ഞാൻ 24ന്റെ പറഞ്ഞതേ ഉള്ളൂ. എന്താ ഷെഫി? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ സർക്കിൾ ദി നമ്പേഴ്സ് ദാറ്റ് ആർ ഫാക്ടേഴ്സ് ഓഫ് 24 അല്ലേ? ആ ക്വസ്റ്റ്യൻ അല്ലേ? അതിന്റെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 24ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് സർക്കിൾ ചെയ്ത് വെക്കാൻ. 1, 2, 3, 4, 6, 8, 12, 24. അതിന്റെ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഫാക്ടേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 1 into 24, 1ഉം 24ഉം, 2ഉം 12ഉം, 3ഉം 8ഉം, 4ഉം 6ഉം. ഇതിൽ തന്നെ 24 വരുന്നുണ്ടല്ലോ. 24ന്റെ ഫാക്ടർ 24 വരുന്നുണ്ടല്ലോ. ഏതൊരു നമ്പറിനും അതേ നമ്പർ തന്നെ ഫാക്ടർ ആയിട്ട് വരും. അപ്പോ ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ 100ന്റെ ഏറ്റവും വലിയ ഫാക്ടർ ഏതായിരിക്കും? 100 തന്നെ. 1025ന്റെ ഏറ്റവും ചെറിയ ഫാക്ടർ ഏതായിരിക്കും? 1. ഏത് നമ്പറിന്റെയും സ്മോളസ്റ്റ് ഫാക്ടർ 1ഉം ലാർജസ്റ്റ് ഫാക്ടർ ആ നമ്പറും തന്നെ ആയിരിക്കും. അത് ഓർമ്മിച്ച് വെക്കണേ, ഇനി മറന്നു പോവരുതേ. ഓക്കെ, നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതാൻ കുറച്ച് പണിയുണ്ട്, കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. എന്നാലും സാരമില്ല. 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഒക്കെ ഫാക്ടേഴ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാം. എന്താ ലാസ്റ്റ് വൺ ഫാൾസ്. ഓക്കെ, എന്താ ക്രിസ്റ്റി? ട്രൂ ഓർ ഫോൾസിലെ നാലാമത്തത് എന്തായിരുന്നു? നാലാമത്തത് ഫോൾസ് ആയിരുന്നില്ലേ? യെസ്, ഫോൾസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. എന്താണെന്നറിയോ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി? ആ നാലാമത്തെ ഫൈൻഡ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. ഇന്നത്തേക്ക് വേണ്ട, നാളത്തേക്കായാലും മതി. ഓക്കെ, ഒരുപാട് എഴുതാനുണ്ട്. ഇന്ന് തന്നെ അയക്കണമെന്നില്ല, നാളെയോ മറ്റന്നാളോ അയച്ചു തന്നാൽ മതി. നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താ? ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. എന്താ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാല്? എന്താ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് വെച്ചാല്, നമുക്ക് ഒരു നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഏതൊക്കെ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കണം അല്ലേ? ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ചെയ്യുന്നത്. അതായത് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. ഇപ്പൊ 25 എന്ന് പറയുന്ന നമ്പർ, 25 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 25 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട്, അതായത് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 25നെ? നോ. എന്തുകൊണ്ടാ?
25 is a odd number. 25 is an odd number. 25 എന്ന് പറയുന്നത് odd number ആണ്. odd നമ്പേഴ്സിനെ ഒന്നും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്താലും 1 റിമൈൻഡർ ആയിട്ട് വരും, അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് തന്നിരിക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാല് തന്നിരിക്കുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 2 must be a factor of that number. എന്തായാലും 2 അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. എല്ലാ ഈവൻ നമ്പേഴ്സിന്റെയും ഒരു ഫാക്ടർ 2 ആയിട്ട് വരും. ഒരു നമ്പർ കിട്ടിയിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 ഫാക്ടേഴ്സ് ആണ് 1ഉം അതേ നമ്പറും. ആദ്യം എഴുതാൻ പറ്റുന്നത് 1 and that number. അടുത്തത് 1 കഴിഞ്ഞിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ we can divide that number by 2. 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓഡ് നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാ നോക്കുക? തന്നിരിക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതാണ് ഡിവിസിബിലിറ്റി ബൈ 2. All even numbers are divisible by 2. ആ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയുടെ തൊട്ട് താഴെ ഡിവിസിബിലിറ്റി ബൈ 2 എന്ന് കണ്ടോ? കണ്ടില്ലേ? അതിലൊരു സെന്റൻസ് ഉണ്ട്, all even numbers are divisible by 2. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. All even numbers are divisible by 2. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതേണ്ട ഫാക്ടേഴ്സ്, ഒരു നമ്പർ കിട്ടിയാൽ ആദ്യം എഴുതേണ്ട ഫാക്ടേഴ്സ് 1ഉം അതേ നമ്പറും. പിന്നെ വരേണ്ടത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? ഈവൻ നമ്പേഴ്സ്. തന്നിരിക്കുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായാലും 2 അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും. അപ്പൊ ഡിവിസിബിലിറ്റി ബൈ 2 മനസ്സിലായല്ലോ? മനസ്സിലായോ? തൊട്ടടുത്ത പേജിൽ 109 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2? കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് പറയണേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യെസ് എന്ന് കാണിക്കാം, ഇല്ലാത്തതാണെങ്കിൽ നോ എന്ന് കാണിക്കാം. ഓക്കെ, 76 യെസ് ആണോ നോ ആണോ? യെസ്. 55 55നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നോ. 121 യെസ് ആണോ നോ ആണോ? നോ. 144 is that an even number or odd number? 144 is an even number, so it can be divided by 2. 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 760 yes or no? 760 yes, 760 can be divided by 2. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി പേജ് നമ്പർ 110 എടുത്തേ. 110 അതിനകത്ത് എക്സൈസ് 4.3 കണ്ടോ? എക്സൈസ് 4.3 അതില് ഫസ്റ്റ് വൺ circle the numbers that are divisible by 2. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതില്
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനൊക്കെ റൗണ്ട് വരയ്ക്കാം. അതാണ് ഇന്നത്തെ, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ ചെയ്തു. ഹോംവർക്ക് വേറെ തന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന് ചുറ്റും റൗണ്ട് ചെയ്തേ. പേജ് നമ്പർ 110, എക്സൈസ് 4.3, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന് ചുറ്റും റൗണ്ട് ചെയ്യാം. ചെയ്തോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. തന്നിരിക്കുന്നതിൽ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. ഫാത്തിമ മെഹഫൂസ, I can't see you. എവിടെ പോയി? ഓക്കെ, കഴിഞ്ഞോ? സർക്കിൾ ചെയ്ത് കഴിഞ്ഞോ? ആൻസർ പറയട്ടെ. സർക്കിൾ ചെയ്ത നമ്പേഴ്സ് മാത്രം വായിക്കാം. 4512, 1892, 60,006, 7,642, 4,976, 7,07,070, 4,652. ഇത്രയും നമ്പേഴ്സ് ആണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി വായിക്കണോ? വായിക്കാം. സർക്കിൾ ചെയ്ത നമ്പേഴ്സ് മാത്രം വായിക്കേ. 4512, 1892, 60,006, 7,642, 4,976, 7,07,070, 4,652. ഓക്കെ, കഴിഞ്ഞില്ലേ? എല്ലാം ശരിയായവരൊന്ന് കൈവന്നിച്ചേ. എല്ലാ നമ്പേഴ്സും കിട്ടിയവര്. ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവര് വിഷമിക്കണ്ട, സാരമില്ല. അടുത്തത് ഡിവിസിബിലിറ്റി ബൈ 3. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈവൻ നമ്പർ ഓഡ് നമ്പർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. വൺസിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് നോക്കിയാൽ ഈവൻ നമ്പറും ഓഡ് നമ്പറും മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി ഡിവിസിബിലിറ്റി by 3 എങ്ങനെയാ നോക്കാന്ന് വെച്ചാല്, a number is divisible by 3 if the sum of its digits is divisible by 3. ഒരു വലിയ നമ്പർ, ഒരു 5 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 6 ഡിജിറ്റ് നമ്പർ ഒക്കെ തന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പോ 5, 2, 1, 3, 4, 7 ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാല്, ഇതിലത്തെ ഡിജിറ്റ്സ് ഇല്ലേ 5, 2, 1, 3, 4, 7, അതായത് 5,21,347 ഡിജിറ്റ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. ഡിജിറ്റ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. 5 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 7, 4 പ്ലസ് 7 ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് നോക്കാം. 5 പ്ലസ് 2 7, 7 പ്ലസ് 1 8, 8 പ്ലസ് 3 11, 11 പ്ലസ് 4 15, 15 plus 7 22.
അപ്പൊ ഇതിന്റെ ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് കിട്ടി. ഈ 22 എന്ന് പറയുന്ന നമ്പർ ഡിവൈഡഡ് ബൈ 3 ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആ കിട്ടുന്ന സം 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 22 ഡിവൈഡഡ് ബൈ 3 നമുക്ക് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ 1 വരും. ചെയ്താൽ 7 റിമൈൻഡർ 1 കിട്ടും അല്ലെ? 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 റിമൈൻഡർ 1 കിട്ടും. അപ്പോ ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. 2 5 3 1 2 5 3 1 1 25,311. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാൻ അതിലെ ഡിജിറ്റ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. 2 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 1. എത്ര ആൻസർ കിട്ടുന്നത്? 2 പ്ലസ് 5 7, 7 പ്ലസ് 3 10, 10 പ്ലസ് 1 11, 11 പ്ലസ് 1 12. 12 ആണ് കിട്ടുന്നത്. ഈ 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4. എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 3. ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഡിവിസിബിലിറ്റി ബൈ 3 മനസ്സിലായോ? കുറച്ചു പേർക്ക് മനസ്സിലായി, കുറച്ചു പേർക്ക് മനസ്സിലായില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 2 കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? യെസ്. ഇനി ഡിവിസിബിലിറ്റി ബൈ 3 അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യണം കേട്ടോ. എക്സസൈസ് 4.2ലെ 4th ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ സെൻഡ് ചെയ്യേണ്ട. നാളെയോ മറ്റന്നാളോ ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിന് മുന്നേ അയച്ചു തന്നാൽ മതി. ഓക്കെ, ബൈ.